ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെവ്കോ LDC, കമ്പനി ബോർഡ് LGS, അതുപോലെ BFO, APO, CEO വരുന്ന 10th പ്രിലിംസ്, ഇനി വരാനിരിക്കുന്ന ഏതൊരു PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും പഠിക്കാനായിട്ട് നമ്മളൊരു സ്റ്റഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലിലൂടെ നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുടക്കക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മുടെ സ്റ്റഡി പ്ലാനിനെ കുറിച്ച് അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്റ്റഡി പ്ലാൻ, അതുപോലെ തന്നെ ക്ലാസ് 1, ക്ലാസ് 2 എന്ന് പറഞ്ഞിട്ട് പ്രോപ്പർ ആയിട്ട് കൃത്യം ഓർഡറിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളുടെ ഭാഗമായിട്ട് നമ്മൾ ഏതൊക്കെ ദിവസങ്ങളിൽ എങ്ങനെയെല്ലാമാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം ഞാനൊന്ന് പറയാം. തിങ്കൾ മുതൽ വെള്ളി വരെ നമുക്ക് 2 ക്ലാസ് ആണ്. കാലത്ത് 12 മണിക്ക് നമ്മൾ SCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് നൽകുന്നത്. ഓൾഡ് SCRT അതുപോലെ ന്യൂ SCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ നൽകി വരുന്നത്. രാത്രി 8 മണിക്ക് നമ്മുടെ PYQ ഡിസ്കഷൻ സെഷൻ ആണ്. PYQ എന്ന് പറയുമ്പോൾ ചുമ്മാ അവിടുന്ന് ഇവിടുന്ന് കുറെ ചോദ്യങ്ങൾ എടുത്തിട്ടല്ല നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2025 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള പരീക്ഷകളിലെ ഓരോ ചോദ്യ പേപ്പറും നമ്മൾ എടുത്തിട്ട് അതിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള GK പോർഷൻസ്, അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ നമ്മൾ ഓരോ ചോദ്യ പേപ്പർ ആയിട്ട് ഇപ്പൊ ഏകദേശം 4ഓളം ചോദ്യ പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ചോദ്യ പേപ്പർ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നു. ഇനി ഈ ചോദ്യ പേപ്പർ എല്ലാം കഴിയുന്ന സമയത്ത് അതിൽ നിന്നും PSCയുടെ ഹോട്ട് ടോപ്പിക്സ് നമ്മൾ കണ്ടെത്തുന്നു. നമ്മൾ ഒരുമിച്ചാണ് അല്ലെ റിലേറ്റഡ് ഫാക്ട്സ് ഡിസ്കസ് ചെയ്യുന്നു. എല്ലാ ചോദ്യ പേപ്പറിലും ആവർത്തിച്ച് വന്നിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് കണ്ടെത്തുന്നു. എന്നിട്ട് അതിന്റെ ക്ലാസ്സുകൾ നമ്മൾ പിന്നീട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കൂടാതെ സാറ്റർഡേ, സൺഡേ, ശനിയും ഞായറും ദിവസങ്ങളിൽ നമ്മൾ ഇപ്പൊ കമ്പനി ബോർഡ് LGSന് വേണ്ടെങ്കിൽ കൂടി ബാക്കിയുള്ള വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ബെവ്കോ LDC വരുന്ന ബാക്കിയുള്ള പരീക്ഷകൾക്കൊക്കെ എന്ത് വേണം? ഇംഗ്ലീഷും മലയാളവും വേണം. മാത്സ് ആണെങ്കിൽ ഇനി വരുന്ന ഏത് പരീക്ഷയ്ക്കാണെങ്കിലും മാത്സും വേണം അല്ലെ. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ശനിയും ഞായറും ദിവസങ്ങളിൽ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, കറണ്ട് അഫയേഴ്സ് ഇതിന്റെ ക്ലാസ്സുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. കറണ്ട് അഫയേഴ്സ് സെഷൻ എടുക്കുന്നത് ഞാനല്ല, അർച്ചന മിസ് ആണ്. രാത്രി 8 മണിക്ക് ഞായറാഴ്ചകളിൽ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നൽകി വരുന്നത്. എല്ലാ സൺഡേയും നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഉണ്ട്. ബാക്കി ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിന്റെ ക്ലാസ്സുകൾ കൂടി നമ്മൾ റെക്കോർഡഡ് സെഷൻ ആയിട്ട് ഞാൻ ഓൾറെഡി എടുത്തിട്ടുള്ള ക്ലാസ്സുകളാണ്. പക്ഷെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തുടക്കക്കാർക്ക് പോലും, ഒട്ടും അറിയാത്തവർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകളെല്ലാം എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പൊ ആ ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശനി, ഞായർ ദിവസങ്ങളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ ഇപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുവരെയും നമ്മുടെ സ്റ്റഡി പ്ലാനിൽ ജോയിൻ ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഫ്രീ ക്ലാസ് ആണ്. യൂട്യൂബിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകളെല്ലാം നൽകുന്നത്. അപ്പൊ കൃത്യമായിട്ടുള്ള ഓർഡറിൽ നിങ്ങൾക്ക് പഠിച്ചു വരണം എന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണേ. PYQ ഡിസ്കഷൻ സെഷൻ നമ്മൾ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതേപോലെ SCRT സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്ലാസ് എത്രയാണ് നമ്പർ, അതുപോലെ SCRTയുടെ എത്രാമത്തെ ക്ലാസ് ആണെന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിന്റെ എത്രാമത്തെ ക്ലാസ് ആണ്, എല്ലാം ക്ലാസ് നമ്പർ മെൻഷൻ ചെയ്ത് നമ്മൾ ടെലിഗ്രാമിലാണ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സോ ടെലിഗ്രാമിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സജഷൻസ് എന്തുണ്ടെങ്കിലും താഴെ കമന്റ് ആയിട്ട് അറിയിക്കാം. അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ബയോളജിയുടെ ഭാഗത്ത് തരുന്ന മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവില് കഴിഞ്ഞ ദിവസം നമ്മൾ എന്താണ് പഠിച്ചത്? ശ്വസന വ്യവസ്ഥ പഠിച്ചല്ലേ? ഊർജ്ജത്തിനായി ശ്വസിക്കാം എന്ന് പറയുന്ന ചാപ്റ്ററിലൂടെ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 9th സ്റ്റാൻഡേർഡിലെ 5th ചാപ്റ്ററിലൂടെയാണ് പഠിക്കുന്നത്. വിസർജന വ്യവസ്ഥയാണ് പഠിക്കുന്നത്. വിസർജന വ്യവസ്ഥ പഠിക്കുന്ന ചാപ്റ്ററിന്റെ പേര് വിസർജനം സമസ്ഥിതി പാലനത്തിന്. വിസർജനം സമസ്ഥിതി പാലനത്തിന് എന്ന് പറയുന്ന ചാപ്റ്ററിലൂടെ നമുക്ക് വിസർജന വ്യവസ്ഥ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ചാപ്റ്ററിന്റെ പേര് വിസർജനം സമസ്ഥിതി പാലനത്തിന് എന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ നോക്കുക, നമുക്ക് എന്താണ് പഠിക്കേണ്ടത്? എന്താണ് വിസർജനം എന്ന് നമുക്ക് ആദ്യം അറിയണം അല്ലേ? വിസർജനം എന്താണെന്ന് എല്ലാവർക്കും അറിയാം, എങ്കിലും നമുക്ക് ആ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി കോശങ്ങളിൽ ധാരാളം ഉപോൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നു. ഓക്കെ, നമ്മളിപ്പോൾ കുറേ വ്യവസ്ഥകൾ പഠിച്ചല്ലേ? അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഓരോ ഉപോൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. നോക്കുക, ഇവ നിശ്ചിത അളവിലും കൂടുതലാകുന്നത് ശരീരത്തിന് ഹാനികരമാണ്. അമിനോ ആസിഡുകളുടെയും
ന്യൂക്ലിയിക് ആസിഡുകളുടെയും ഉപാപചയ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന നൈട്രജൻ സംയുക്തങ്ങൾ, ശ്വസന പ്രക്രിയയിലൂടെ ഉപോൽപ്പന്നങ്ങളായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവയാണ് മനുഷ്യനിലെ പ്രധാന വിസർജ്യ വസ്തുക്കൾ. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണല്ലേ, ശ്വസന വ്യവസ്ഥയൊക്കെ പഠിച്ചപ്പോൾ അവസാനം എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാണ് അവിടെ പുറന്തള്ളപ്പെടുന്നത്. അപ്പോൾ അതെല്ലാം എന്താണ്, മനുഷ്യനിലെ പ്രധാനപ്പെട്ട വിസർജ്യ വസ്തുക്കളാണ്. അപ്പോൾ ഇത്തരം മാലിന്യങ്ങളെ ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്ന പ്രക്രിയയാണ് എന്താ, വിസർജനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, അതുപോലെ തന്നെ നൈട്രജൻ സംയുക്തങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ ശരീരത്തിലെ വിസർജ്യ വസ്തുക്കൾ. ഈ മാലിന്യങ്ങളെ ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്ന പ്രക്രിയയാണ് എന്താ, വിസർജനം എന്ന് പറയുന്നത്. ഇത് ആന്തര സമസ്ഥിതി പാലനത്തിനുള്ള മാർഗങ്ങളിൽ ഒന്നാണ്. ഓക്കെ, അപ്പൊ വിസർജനം എന്താണ് എന്നുള്ളത് ക്ലിയർ ആയല്ലോ. ഈ ഒരു ബോക്സ് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. ഇനി എങ്ങനെയാണ് കോശങ്ങളിൽ ഉണ്ടാവുന്ന വിസർജ്യ വസ്തുക്കൾ എങ്ങനെയാണ് വിസർജന അവയവങ്ങളിലേക്ക് എത്തുന്നത് എന്നുള്ളതിന്റെ ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. ഇത് പഠിച്ചു വെക്കുക കേട്ടോ. ഈ ഫ്ലോ ചാർട്ട് എങ്ങനെയാണ്, ആദ്യം കോശത്തിൽ നിന്നും എവിടേക്ക്, ടിഷ്യൂ ദ്രവം, ദെൻ അത് രക്തത്തിലേക്ക്, രക്തത്തിൽ നിന്നുമാണ് വിസർജനാവയവങ്ങളിലോട്ട് എന്തെത്തുന്നത്, വിസർജ്യ വസ്തുക്കൾ എത്തുന്നത്. അപ്പൊ വിസർജ്യ വസ്തുക്കൾ കോശത്തിൽ നിന്നും എങ്ങനെയാണ് വിസർജനാവയവങ്ങളിലോട്ട് എത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോശം, ടിഷ്യൂ ദ്രവം, ദെൻ രക്തത്തിൽ നിന്നാണ് വിസർജനാവയവത്തിലേക്ക് എത്തുന്നത്. ഓക്കെ, ഒരു ഫ്ലോ ചാർട്ട് നോക്കി വെക്കുക. ഇനി പ്രധാനപ്പെട്ട വിസർജന അവയവങ്ങൾ നോക്കുക. ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ, കോളമായിട്ട് തന്നിട്ടുണ്ട്, നമ്മളത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നോക്കുക, ഓരോ ഭാഗവും അതിൻ്റെ ഫംഗ്ഷൻ എന്താണ് എന്നുള്ളതുമാണ്. അപ്പോൾ നമുക്കതൊന്ന് ഫില്ല് ചെയ്താലോ. അപ്പോൾ ആദ്യം കൊടുത്തിട്ടുള്ളത് അവിടെ തന്നിട്ടുണ്ട്, ത്വക്കാണ് അല്ലേ. ത്വക്കിലൂടെ എന്താണ്, ജലവും ലവണങ്ങളും പുറന്തള്ളുന്നു അല്ലെ. നമ്മുടെ ശരീരം വിയർത്ത് ജലവും ലവണങ്ങളും പോകുന്നത് ത്വക്കിലൂടെയാണ്. അത് നമുക്ക് തന്നിട്ടുണ്ട്. അടുത്ത കോളം തന്നിട്ടില്ല. അടുത്ത കോളം ഏതിൻ്റെയാണ് ചിത്രം തന്നിട്ടുള്ളത്, നമുക്ക് നോക്കാം. അടയാളപ്പെടുത്തിയേക്ക് നോക്കുക. ഇതെന്താണ്, ശ്വാസകോശമാണ് അല്ലേ. ശ്വാസകോശത്തിന്റെ പിക്ചറാണ് അത് അടയാളപ്പെടുത്തിയത്. അപ്പോൾ ശ്വാസകോശത്തിലൂടെ എന്താണ് ചെയ്യുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പുറന്തള്ളുന്നത് അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, ശ്വസന വ്യവസ്ഥ പഠിച്ചപ്പോൾ എന്താണ്, ശ്വാസകോശത്തിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പുറന്തള്ളുന്നത്. അപ്പോൾ ഈ കോളം നിങ്ങൾ ഫില്ല് ചെയ്യുക, ശ്വാസകോശം എന്ന് എഴുതുക, കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു. ഓക്കെ, ഇനി അടുത്ത പാർട്ട് എന്താണ് കൊടുത്തിട്ടുള്ളത്, നോക്കുക. ഏതാണ് പിക്ചർ, കരളാണ് അല്ലേ. കരളിന്റെ പിക്ചറാണ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ കരളാണ് എന്ത്, യൂറിയയുടെ നിർമ്മാണം. കരളിന്റെ ഫംഗ്ഷൻ ആണ് എന്ത്, യൂറിയയുടെ നിർമ്മാണം. ഇവിടെ എന്താണ്, ഇവിടെ ശ്വാസകോശമാണ് കേട്ടോ. നിങ്ങൾ ഫില്ല് ചെയ്യും ഞാൻ പറയുന്ന സമയത്തെ. അപ്പൊ ത്വക്ക് എന്താണ്, ജലവും ലവണങ്ങളും പുറത്തള്ളുന്നു. ശ്വാസകോശം കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നു. കരൾ യൂറിയ നിർമ്മിക്കുന്നു. അടുത്ത ആൾ ആരാണ് കൊടുത്തിട്ടുള്ളത്, ഇതാ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, വൃക്കയാണ് അല്ലേ. വൃക്ക എന്താണ് ചെയ്യുന്നത്, യൂറിയയും ജലവും പുറന്തള്ളുന്നു. എന്താണ്, യൂറിയയും ജലവും പുറന്തള്ളുകയാണ് വൃക്ക ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ കിട്ടിയല്ലോ, ത്വക്ക്, ശ്വാസകോശം, കരൾ, വൃക്ക, ഇത്രയും പാർട്ട് ഓരോ ഫംഗ്ഷനും നമ്മൾ പഠിച്ചല്ലേ. ത്വക്ക് എന്താണ് ചെയ്യുന്നത്, ജലവും ലവണങ്ങളും പുറന്തള്ളുന്നു. ശ്വാസകോശം കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു. കരൾ യൂറിയ നിർമ്മിക്കുന്നു. വൃക്ക യൂറിയയും ജലവും പുറന്തള്ളുന്നു. ക്ലിയർ ആയല്ലോ. ഈ ഒരു കോളം ഫില്ല് ചെയ്യുക കേട്ടോ. ഇനി അടുത്തത് നോക്കുക, നമ്മൾ കരളിനെ കുറിച്ചാണ് പഠിക്കുന്നത്. കരൾ എന്ന മാലിന്യ സംസ്കരണശാല. ഓക്കെ, നോക്കുക. ശരീരത്തിൽ രൂപപ്പെടുന്നതും ശരീരത്തിൽ എത്തുന്നതുമായ വിഷവസ്തുക്കളെ ഹാനികരമല്ലാത്ത വസ്തുക്കളാക്കി മാറ്റുന്നത് കരളാണ്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. കരൾ എന്താണ് ചെയ്യുന്നത്, ശരീരത്തിൽ രൂപപ്പെടുന്നതും ശരീരത്തിൽ എത്തുന്നതുമായിട്ടുള്ള വിഷവസ്തുക്കളെ ഹാനികരമല്ലാത്ത വസ്തുക്കളാക്കി മാറ്റുന്നത് കരളാണ്. നമ്മുടെ ശരീരത്തിൽ രൂപപ്പെടുന്നതും നമ്മുടെ ശരീരത്തിനകത്തേക്ക് എത്തുന്നതുമായിട്ടുള്ള വിഷവസ്തുക്കളെ ഹാനികരമല്ലാത്ത വസ്തുക്കളാക്കി മാറ്റുന്നത് ആരാണ്, കരളാണ്. ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ താരതമ്യേന വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്നത് ഇതിനൊരു ഉദാഹരണമാണ്. അപ്പോൾ കരൾ ഈ വിഷാംശമുള്ള വസ്തുക്കളെ ഹാനികരമല്ലാതാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞു. അതിനൊരു ഉദാഹരണമാണ് എന്ത്, ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായിട്ടുള്ള അമോണിയയെ താരതമ്യേന എന്താക്കി മാറ്റുന്നു, വിഷാംശം കുറഞ്ഞ യൂറിയ ആക്കി. അമോണിയയെ യൂറിയ ആക്കി മാറ്റുന്നത് ആരാണ്, കരളാണ്. ഓക്കെ, അപ്പോൾ അമോണിയ എന്ന് പറയുന്ന വിഷവസ്തുവിനെ യൂറിയ ആക്കി മാറ്റുന്നത് കരളാണ്. കരളിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്, ശരീരത്തിൽ രൂപപ്പെടുന്നതും ശരീരത്തിൽ എത്തുന്നതുമായിട്ടുള്ള വിഷവസ്തുക്കളെ ഹാനികരമല്ലാത്ത വസ്തുക്കളാക്കി മാറ്റുന്നത് കരളാണ് എന്നുള്ളത് പഠിച്ചു വെക്കാം. ഇനി കരൾ എങ്ങനെയാണ് യൂറിയ നിർമ്മിക്കുന്നത്, പ്രോട്ടീനുകളുടെ വിഘടന ഫലമായി. ഓക്കെ, എങ്ങനെയാണ്, പ്രോട്ടീനുകളുടെ വിഘടന ഫലമായി
അമിനോ ആസിഡുകൾ രൂപപ്പെടുന്നു. പ്രോട്ടീനുകളുടെ വിഘടന ഫലമായ അമിനോ ആസിഡുകൾ നമ്മൾ പഠിച്ചു. പ്രോട്ടീൻ വിഘടിച്ച് എന്തായി മാറുന്നുണ്ട്? അമിനോ ആസിഡുകളായിട്ട് രൂപപ്പെടുന്നുണ്ട്. ഇവയുടെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് നൈട്രജൻ അടങ്ങിയ പല ഉപോൽപ്പന്നങ്ങളും രൂപപ്പെടുന്നുണ്ട് അല്ലെ. അമിനോ ആസിഡുകളുടെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് നൈട്രജൻ അടങ്ങിയ പല ഉപോൽപ്പന്നങ്ങളും രൂപപ്പെടുന്നുണ്ട്. ഇവയിൽ ഏറ്റവും ഹാനികരമായിട്ടുള്ള ഒന്നാണ് അമോണിയ. നമ്മളിപ്പോൾ പഠിച്ചല്ലേ, അമോണിയ ആണ് ഏറ്റവും ഹാനികരമായിട്ടുള്ള വിഷാംശമുള്ളത്. ഇത് ഉടൻ തന്നെ ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യപ്പെടേണ്ടതുണ്ട്. കോശങ്ങളിൽ രൂപപ്പെടുന്ന അമോണിയ രക്തത്തിലൂടെ കരളിലെത്തുന്നു. എങ്ങനെയാണ്? കോശങ്ങളിൽ രൂപപ്പെടുന്ന അമോണിയ രക്തത്തിലൂടെ കരളിലെത്തുന്നു. കരളിൽ വച്ച് എൻസൈമുകളുടെ സാന്നിധ്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി ചേർന്ന് യൂറിയ ആയിട്ട് മാറുന്നു. എങ്ങനെയാണ് ചെയ്യുന്നത്? കോശങ്ങളിൽ രൂപപ്പെടുന്ന അമോണിയ രക്തത്തിലൂടെ കരളിലെത്തുകയും കരളിൽ വെച്ച് എന്ത് ചെയ്യുന്നു? എൻസൈമുകളുടെ സാന്നിധ്യത്തിൽ എന്തുമായിട്ട് ചേർന്നിട്ടാണ്? കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി ചേർന്നിട്ട് യൂറിയ ആയിട്ട് മാറുന്നു. അപ്പം എങ്ങനെയാണ് കരൾ യൂറിയ നിർമ്മിക്കുന്നത് എന്നുള്ളത് മനസ്സിലായല്ലോ. കോശങ്ങളിൽ രൂപപ്പെടുന്ന അമോണിയ രക്തത്തിലൂടെ എവിടെ എത്തുന്നു? കരളിലെത്തുന്നു. കരളിൽ വെച്ചത് എവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ആരോ മാർക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അമോണിയ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് ജലം എങ്ങനെയാണ് യൂറിയ ആയിട്ട് മാറുന്നത്? ഇൻ ദ പ്രസൻസ് ഓഫ് എൻസൈംസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നതാണോ. അപ്പോൾ കോശങ്ങളിൽ രൂപപ്പെടുന്ന അമോണിയ എന്ത് ചെയ്യുന്നു? രക്തത്തിലൂടെ കരളിലെത്തുന്നു. ആ അമോണിയ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി ചേർന്ന് ആരുടെ പ്രസൻസിലാണ്? എൻസൈമുകളുടെ പ്രസൻസിൽ. ഓക്കെ, എൻസൈമുകളുടെ പ്രസൻസിൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി ചേർന്ന് എന്തായിട്ട് മാറുന്നു? യൂറിയ ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പം എങ്ങനെയാണ് അമോണിയയെ യൂറിയ ആക്കി മാറ്റുന്നത്? ആര്? കരൾ. ഓക്കെ, അത്രയും കിട്ടിയല്ലോ. ഇനി ഇവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്, കരുതലോടെ കരൾ എന്ന് പറഞ്ഞു നോക്കാം. വിഷവസ്തുക്കളുമായുള്ള വർദ്ധിച്ച സമ്പർക്കം കരൾ കോശങ്ങളുടെ നാശത്തിന് കാരണമാകുന്നു. എന്നാൽ കരളിന് മറ്റ് അവയവങ്ങളെ അപേക്ഷിച്ച് നശിച്ചു പോകുന്ന കോശങ്ങളെ പുനർനിർമ്മിക്കാനുള്ള കഴിവുണ്ട്. കരളിന്റെ പുനരുൽപാദന ശേഷിയേക്കാൾ കൂടുതൽ കോശങ്ങൾ നശിക്കുന്നത് അന്തിമമായി കരളിന്റെ നാശത്തിലേക്ക് നയിക്കും. ആൽക്കഹോൾ ശരീരത്തിൽ എത്തുമ്പോഴും കൃത്രിമ ഘടകങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പം നമ്മൾ മദ്യപിക്കുമ്പോഴും അല്ലെങ്കിൽ കൃത്രിമമായിട്ടുള്ള ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോഴും കരളിന് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അതായത് വിഷവസ്തുക്കളുമായുള്ള വർദ്ധിച്ച സമ്പർക്കം കരൾ കോശങ്ങളുടെ നാശത്തിന് കാരണമാവുന്നുണ്ട്. എന്നാൽ കരളിന് മറ്റ് അവയവങ്ങളെ അപേക്ഷിച്ച് നശിച്ചു പോകുന്ന കോശങ്ങളെ എന്തിനുള്ള കഴിവുണ്ട്? പുനർനിർമ്മിക്കുവാനുള്ള കഴിവ് ആർക്കുണ്ട്? കരളിനുണ്ട്. കരളിന്റെ പുനരുൽപാദന ശേഷിയേക്കാൾ കൂടുതൽ കോശങ്ങൾ നശിക്കുന്നത് അന്തിമമായി എന്ത് ചെയ്യുന്നു? കരളിന്റെ നാശത്തിലേക്ക് നയിക്കും. നശിച്ചു പോകുന്ന കരളിന്റെ ഭാഗങ്ങളെ പുനർനിർമ്മിക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ ആ ഒരു പുനരുൽപാദനം നടത്താനുള്ള കഴിവെന്ന് പറയുമ്പോൾ ഒരു പരിധി വരെയാണ് അല്ലേ. അതിനും അപ്പുറം കൂടുതൽ കോശങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കരളിന്റെ നാശത്തിലോട്ട് നയിക്കും. അങ്ങനെയാണ് ഈ മദ്യപിക്കുമ്പോഴും അതുപോലെ തന്നെ കൃത്രിമ ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുന്ന സമയത്തൊക്കെ കരളിന് പ്രശ്നം ഉണ്ടാവാനായിട്ട് കാര്യം. ഓക്കെ, അതിന്റെ ഒരു പുനർനിർമ്മിക്കാനുള്ള കഴിവിനേക്കാളും കൂടുതൽ അതിനപ്പുറം കോശങ്ങൾ നശിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ കരളിന് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി നോക്കുക, യൂറിയ നിർമ്മാണത്തിന് കരൾ കാർബൺ ഡൈ ഓക്സൈഡിനെ ഉപയോഗപ്പെടുത്തുന്നു. നമ്മൾ കണ്ടല്ലേ, യൂറിയ നിർമ്മാണത്തിന് കരൾ എന്തിനെയാണ്? കാർബൺ ഡൈ ഓക്സൈഡും ജലവും കൂടെ ചേർന്നിട്ടാണ് യൂറിയ നിർമ്മിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇതുപോലെ മറ്റ് പല ജീവൽ പ്രവർത്തനങ്ങൾക്കും കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇതിന്റെ അളവ് ശരീരത്തിൽ കൂടുന്നത് ആന്തര സമസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുന്നു. ഓക്കെ, അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമാണ്. ഇപ്പം നമ്മൾ പഠിച്ചു, അമോണിയയെ യൂറിയ ആക്കി മാറ്റാനായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ പല പ്രവർത്തനങ്ങൾക്കും കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമാണ്. പക്ഷെ അതൊരളവിൽ കൂടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന്റെ ആന്തര സമസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ അധികമായി വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ യഥാസമയം പുറന്തള്ളേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഇനി നോക്കുക, വിയർപ്പ് രൂപപ്പെടൽ. അടുത്തത് വിയർപ്പ് രൂപപ്പെടൽ, അതായത് ത്വക്കിലൂടെ അല്ലെ, നമ്മുടെ ത്വക്കിന്റെ കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. സ്ഥിരം PSCക്ക് വരുന്നൊരു ചോദ്യമാണ് അല്ലെ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്കാണ് അല്ലെ. ത്വക്ക് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. ത്വക്കിലെ സ്വേദഗ്രന്ഥികളാണ് വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? ത്വക്കിലെ സ്വേദഗ്രന്ഥികളാണ്. ത്വക്കിലെ സ്വേദഗ്രന്ഥികളാണ് വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്.
സ്വേദഗ്രന്ഥികളുടെ അടിഭാഗം രക്തലോമികകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. സ്വേദഗ്രന്ഥികളുടെ അടിഭാഗം രക്തലോമികകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഈ ഭാഗത്തുകൂടി രക്തം ഒഴുകുമ്പോൾ രക്തത്തിൽ നിന്നും ലവണങ്ങളും ജലവും സ്വേദഗ്രന്ഥിയിലേക്ക് പ്രവേശിക്കുന്നു. ഓക്കെ, സ്വേദഗ്രന്ഥിയുടെ അടിഭാഗം എന്താണ്? രക്തലോമികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഈ ഭാഗത്തുകൂടി രക്തം ഒഴുകുന്ന സമയത്ത് രക്തത്തിൽ നിന്നും ലവണങ്ങളും ജലവും സ്വേദഗ്രന്ഥിയിലേക്ക് പ്രവേശിക്കുന്നു. ഇത് വിയർപ്പ് തുള്ളികളായിട്ട് ത്വക്കിന്റെ ഉപരിതലത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ശരീര താപനില ക്രമീകരിക്കലാണ് വിയർക്കലിന്റെ മുഖ്യ ലക്ഷ്യം. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. വിയർക്കലിന്റെ ലക്ഷ്യം എന്താണ്? ശരീര താപനില ക്രമീകരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. ത്വക്കിലെ സ്വേദഗ്രന്ഥികളാണ് വിയർപ്പ് ഉൽപ്പാദിക്കുന്നത്. വിയർക്കലിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ശരീര താപനില ക്രമീകരിക്കലാണ്. ഇനി വിയർപ്പ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? സ്വേദഗ്രന്ഥിയുടെ അടിഭാഗം രക്തലോമികകളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. ഈ ഭാഗത്തുകൂടി രക്തം ഒഴുകുന്ന സമയത്ത് രക്തത്തിൽ നിന്നും എന്ത് ചെയ്യുന്നു? ലവണങ്ങളും ജലവും സ്വേദഗ്രന്ഥിയിലേക്ക് പ്രവേശിക്കുകയും ഇത് വിയർപ്പ് തുള്ളികളായിട്ട് ത്വക്കിന്റെ ഉപരിതലത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി വിയർപ്പിലൂടെ വളരെ ചെറിയൊരളവ് മാലിന്യങ്ങൾ മാത്രമാണ് പുറന്തള്ളപ്പെടുന്നത്. അല്ലെ, വിയർത്ത് പോകുമ്പോൾ ജലത്തിന്റെ അംശം കുറച്ച് ചെറിയൊരളവിലുള്ള മാലിന്യങ്ങൾ മാത്രമാണ് പുറന്തള്ളപ്പെടുന്നത്. ശരീരത്തിൽ നിന്നും യൂറിയയും ലവണങ്ങളും ജലവും പ്രധാനമായും പുറന്തള്ളപ്പെടുന്നത് മൂത്രത്തിലൂടെയാണ്. നമുക്കിനി അതാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ശരീരത്തിലെ പ്രധാനപ്പെട്ട വിസർജ്യ വസ്തുക്കൾ പ്രധാനമായും പോകുന്നത് ഏതിലൂടെയാണ്? മൂത്രത്തിലൂടെയാണ്. ഓക്കെ, യൂറിയയും ലവണങ്ങളും ജലവും എല്ലാം പ്രധാനമായും പുറന്തള്ളുന്നത് മൂത്രത്തിലൂടെയാണ്. അപ്പോൾ അതിനി എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം. വൃക്കകൾ എന്ന് പറയുമ്പോൾ എന്താണ്? വൃക്കകളാണ് മനുഷ്യനിലെ പ്രധാന വിസർജന അവയവങ്ങൾ. ഓക്കെ, എന്താണ്? വൃക്കകളാണ് മനുഷ്യനിലെ പ്രധാന വിസർജന അവയവങ്ങൾ. യൂറിയ, വിറ്റാമിനുകൾ, ലവണങ്ങൾ, ശരീരത്തിന് ദോഷകരമായ മറ്റു പദാർത്ഥങ്ങൾ എന്നിവയെ രക്തത്തിൽ നിന്ന് അരിച്ചുമാറ്റി മൂത്രത്തിലൂടെ പുറന്തള്ളുന്ന അവയവങ്ങളാണ് എന്ത്? വൃക്കകൾ. വൃക്കകൾ എന്താണ് ചെയ്യുന്നത്? യൂറിയ, വിറ്റാമിനുകൾ, ലവണങ്ങൾ, ശരീരത്തിന് ദോഷകരമായ മറ്റു പദാർത്ഥങ്ങൾ എന്നിവയെ രക്തത്തിൽ നിന്നും അരിച്ചു മാറ്റി മൂത്രത്തിലൂടെ പുറന്തള്ളുന്ന അവയവങ്ങളാണ് എന്ത്? വൃക്കകൾ. ഓക്കെ, ഇനി മനുഷ്യനിൽ ഒരു ജോഡി വൃക്കകളാണുള്ളത്. ഓക്കെ, മനുഷ്യനിൽ എത്ര ജോഡിയാണുള്ളത്? എല്ലാവർക്കും അറിയാം, ഒരു ജോഡി വൃക്കകളാണുള്ളത്. പയർ വിത്തിന്റെ ആകൃതിയിലുള്ള ഇവ ഉദരാശയത്തിൽ നട്ടെല്ലിന്റെ ഇരുവശങ്ങളിലുമായാണ് കാണപ്പെടുന്നത്. അപ്പോൾ വൃക്കയുടെ ആകൃതി കിട്ടി എന്താണ്? പയർ വിത്തിന്റെ ആകൃതിയാണ്. എവിടെയാണ് കാണപ്പെടുന്നത്? ഉദരാശയത്തിന്റെ നട്ടെല്ലിന്റെ ഇരുവശങ്ങളിലുമായിട്ട്. ഓക്കെ, ഉദരാശയത്തിൽ നട്ടെല്ലിന്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് വൃക്കകൾ കാണപ്പെടുന്നത്. ഇടത് വൃക്ക വലത് വൃക്കയെ അപേക്ഷിച്ച് അല്പം മുകളിലായി സ്ഥിതി ചെയ്യുന്നു. എന്താണ്? ഇടത് വൃക്ക വലത് വൃക്കയെ അപേക്ഷിച്ച് അല്പം മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഓരോ വൃക്കയും ഉറപ്പും മർദ്ദവുമുള്ള ഒരു ആവരണത്താൽ പൊതിഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പൊ മനുഷ്യനിൽ ഒരു ജോഡി വൃക്കകളാണുള്ളത്. വൃക്കയുടെ ഷേപ്പ് എന്താ? പയർവിത്തിന്റെ ആകൃതിയാണ്. കാണപ്പെടുന്നത് എങ്ങനെയാണ്? എവിടെയാണ്? ഉദരാശയത്തിൽ നട്ടെല്ലിന്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് കാണപ്പെടുന്നത്. ഇടത് വൃക്ക വലത് വൃക്കയെ അപേക്ഷിച്ച് അല്പം മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഓരോ വൃക്കയും എന്താണ്? ഉറപ്പും മർദ്ദവുമുള്ള ഒരു ആവരണത്താൽ പൊതിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇനി നോക്കുക. മഹാധമനിയുടെ ശാഖയായ വൃക്കാധമനി വഴി ഉയർന്ന മർദ്ദത്തിലുള്ള രക്തം വൃക്കകളിൽ എത്തുന്നു. ഓക്കെ, ഇപ്പം എന്താണ് വൃക്കാധമനി? അതിൻ്റെ ഫംഗ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മഹാധമനിയുടെ ശാഖയായിട്ടുള്ള വൃക്കാധമനി എന്താണ് ചെയ്യുന്നത്? വൃക്കാധമനി വഴി ഉയർന്ന മർദ്ദത്തിലുള്ള രക്തം വൃക്കകളിൽ എത്തുന്നു. വൃക്കാധമനി വഴിയാണ് രക്തം എവിടെ എത്തുന്നത്? വൃക്കകളിൽ എത്തുന്നത് എന്നുള്ളത് പഠിച്ചു വെക്കാം. വൃക്കാധമനി വഴിയാണ് രക്തം വൃക്കകളിൽ എത്തുന്നത്. മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെട്ട രക്തം വൃക്കാസിര വഴി മഹാസിരയിലേക്ക് എത്തുന്നു. ഓക്കെ, വൃക്കാസിര വഴിയാണ് മഹാസിരയിലേക്ക് രക്തം എത്തുന്നത്. അപ്പൊ മാലിന്യം നീക്കം ചെയ്യപ്പെട്ടിട്ടുള്ള രക്തം വൃക്കാസിര വഴിയാണ് എന്ത്? മഹാസിരയിലോട്ട് എത്തുന്നത്. വൃക്കകളിൽ രൂപപ്പെടുന്ന മൂത്രം മൂത്രവാഹികൾ വഴി മൂത്രസഞ്ചിയിൽ എത്തുന്നു. അപ്പോൾ മൂത്രസഞ്ചിയിലോട്ട് എത്തുന്നത് ഏത് വഴിയാണ്? മൂത്രവാഹികൾ വഴിയാണ്. അവിടെ നിന്ന് മൂത്രനാളി വഴി പുറന്തള്ളുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ.
അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഒരു വൃക്ക എന്ന് പറഞ്ഞിട്ട് ഓരോ സ്ഥാനം, ആകൃതി എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, അതൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്നെ ഫില്ല് ചെയ്യാലോ. സ്ഥാനം, ആകൃതി. എന്താണ് സ്ഥാനം? നമ്മൾ പഠിച്ചു. എവിടെയാണ്? നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലും അല്ലെ, ഉദരാശയത്തിൽ നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് കാണപ്പെടുന്നു. ആകൃതി എന്താ? പയർ വിത്തിന്റെ ആകൃതിയാണ്. അപ്പോൾ സ്ഥാനവും ആകൃതിയും നമ്മൾ പഠിച്ചു. അടുത്തത് രക്തം എത്തിക്കുന്ന കുഴൽ. ഇപ്പം നമ്മൾ പഠിച്ചതേ ഉള്ളൂ. രക്തം എത്തിക്കുന്നത് ആരാണ്? വൃക്കാധമനിയാണ് അല്ലെ. രക്തം വൃക്കകളിൽ എത്തിക്കുന്നത് വൃക്കാധമനിയാണ്. അപ്പോൾ ഇവിടെ വൃക്കാധമനി എന്ന് എഴുതി വെക്കുക. രക്തം പുറത്തേക്ക് വഹിക്കുന്ന കുഴൽ ഏതാണ്? രക്തം പുറത്തേക്ക് വഹിക്കുന്ന കുഴൽ ഏതാണ്? മൂത്രവാഹിയാണ് അല്ലെ. മൂത്രവാഹി. ഓക്കെ. ദെൻ അത് കഴിഞ്ഞ് എന്താണ്? മൂത്രസഞ്ചിയിലേക്ക് മൂത്രം എത്തിക്കുന്ന കുഴലാണ് മൂത്രവാഹി. രക്തം പുറത്തേക്ക് വഹിക്കുന്ന കുഴൽ ഏതാണ്? വൃക്കാസിരയാണ് അല്ലെ. വൃക്കാസിരയാണ് പുറത്തേക്ക് രക്തം എത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയായല്ലോ. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, അതൊന്ന് അടയാളപ്പെടുത്തുക. ഇനി അടുത്ത നോക്കുക, വൃക്കയുടെ ആന്തരഘടനയാണ് പറയുന്നത്. ഓരോ വൃക്കയുടെയും ഉൾവശത്ത് ഏതാണ്ട് 12 ലക്ഷത്തോളം സൂക്ഷ്മ അരിപ്പകളുണ്ട്. ഓരോ വൃക്കയുടെയും ഉൾവശത്ത് എത്രയുണ്ട്? 12 ലക്ഷത്തോളം സൂക്ഷ്മ അരിപ്പകളുണ്ട്. 12 ലക്ഷത്തോളം സൂക്ഷ്മ അരിപ്പകളുണ്ട്. ഇവയാണ് നെഫ്രോണുകൾ. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 12 ലക്ഷമാണ് കേട്ടോ. നെഫ്രോണുകളുടെ എണ്ണം എത്രയാണ്? 12. ഓരോ വൃക്കയുടെയും ഉൾവശത്ത് 12 ലക്ഷത്തോളം സൂക്ഷ്മ അരിപ്പകളുണ്ട്. ഇവയാണ് നെഫ്രോണുകൾ. നെഫ്രോണുകളാണ് വൃക്കകളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകങ്ങൾ. അപ്പോൾ അവിടെ ഒരു ചോദ്യം കിട്ടി. വൃക്കയുടെ ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകം ഏതാണ്? നെഫ്രോണുകളാണ്. എത്രയാണുള്ളത്? 12 ലക്ഷത്തോളമാണ് നെഫ്രോണുകൾ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ വൃക്കയുടെയും ഉൾവശത്ത് ഏതാണ്ട് 12 ലക്ഷത്തോളം സൂക്ഷ്മാരിപ്പകളുണ്ട്. ഇവയാണ് നെഫ്രോണുകൾ. നെഫ്രോണുകളാണ് വൃക്കകളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകങ്ങൾ. ഓക്കെ, ഇവിടെ നോക്കുക, വൃക്കയുടെ ആന്തരഘടന എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓരോ പാർട്ട് തന്നിട്ടുണ്ട്, അതിൻ്റെ ഓരോ ഫംഗ്ഷനും തന്നിട്ടുണ്ട്. നോക്കുക, ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് കോർട്ടെക്സ്. കോർട്ടെക്സ് എന്താണ്? വൃക്കയുടെ ഇളം നിറമുള്ള ബാഹ്യഭാഗം നെഫ്രോണുകളുടെ അതിസൂക്ഷ്മ അരിപ്പകൾ കാണപ്പെടുന്നു. ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ അല്ലെ. വൃക്കയുടെ ഇളം നിറമുള്ള ബാഹ്യഭാഗം, ഏറ്റവും പുറമേയുള്ള ഭാഗമാണ്, ഇളം നിറത്തിലാണ് കാണപ്പെടുന്നത്. നെഫ്രോണുകളുടെ അതിസൂക്ഷ്മ അരിപ്പകൾ കാണപ്പെടുന്നുണ്ട്. അടുത്തത് മെഡുല്ല. കോർട്ടെക്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ മെഡുല്ലയാണ്. മെഡുല്ല എന്ന് പറയുന്നത് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. ചെറിയ ഭാഗം ഇതാ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മെഡുല്ല എന്താണ്? ഫംഗ്ഷൻ എന്താണ്? വൃക്കയുടെ കടും നിറമുള്ള ആന്തരഭാഗം അല്ലെ, പുറമേയുള്ള ഭാഗത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഡാർക്ക് കളറായിട്ട് കാണപ്പെടുന്നതാണ്. വൃക്കയുടെ കടും നിറമുള്ള ആന്തരഭാഗമാണ്. നെഫ്രോണുകളുടെ നീണ്ട കുഴലുകൾ കാണപ്പെടുന്നു അല്ലെ. നെഫ്രോണുകളുടെ നീണ്ട കുഴൽ കാണപ്പെടുന്നത് എവിടെയാണ്? മെഡുല്ലയിലാണ്. അടുത്തത് ഇത് ഇവിടെ ഒരു കപ്പ് ഷേപ്പായിട്ട് കാണപ്പെടുന്നില്ലേ, അതാണ് എന്ത്? പെൽവിസ്. ഓക്കെ, പെൽവിസ് അരിപ്പകളിൽ നിന്നും മൂത്രം ഒഴുകിയെത്തുന്ന ഭാഗമാണ്. അരിപ്പകളിൽ നിന്നും മൂത്രം ഒഴുകിയെത്തുന്ന ഭാഗമാണ് എന്ത്? പെൽവിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 3 ഭാഗം കിട്ടി: കോർട്ടെക്സ്, മെഡുല്ല, പെൽവിസ്. ഓക്കെ, ഇനി അടുത്തത് നോക്കുക, എന്താണ് തന്നിട്ടുള്ളത്? ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. നെഫ്രോൺ അല്ലെ, നമ്മളിപ്പോൾ നെഫ്രോൺ ആണ് പഠിച്ചത്. വൃക്കയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ജീവധർമ്മപരമായിട്ടുള്ള എന്താണ് ഘടകമാണ് നെഫ്രോൺ എന്ന് പറഞ്ഞു. അപ്പോൾ നെഫ്രോണിൻ്റെ ഘടനയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ ഭാഗവും അതിൻ്റെ ഫങ്ഷനും നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ നോക്കുക, ഓരോന്നായിട്ട് നമുക്ക് നോക്കാം അല്ലേ. ആദ്യം കാണുന്ന ഭാഗം നമുക്കിവിടെ നോക്കാം. ഇവിടെ നിന്ന് തുടങ്ങാം അല്ലേ. അഫറൻറ്റ് വെസൽ. അഫറൻറ്റ് വെസൽ എന്ന് പറയുന്നത് നോക്കുക, അവിടെ റെഡ് കളറിൽ ദേ അടയാളപ്പെടുത്തിയിരിക്കുന്നു. എന്താണ്? ബൊമാൻസ് ക്യാപ്സ്യൂളിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന വൃക്കാധമനിയുടെ ശാഖയാണ്. ബൊമാൻസ് ക്യാപ്സ്യൂളിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന, അപ്പോൾ ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്താണെന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് എന്താണ്? നെഫ്രോണിൻ്റെ അറ്റത്തുള്ള ഇരട്ട ഭിത്തിയുള്ള കപ്പ് പോലുള്ള ഭാഗമാണ്. ഭിത്തികൾക്കിടയിലുള്ള സ്ഥലമാണ് ക്യാപ്സുലാർ സ്പേസ്. അപ്പോൾ ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് എന്താണ്? നെഫ്രോണിൻ്റെ അറ്റത്തുള്ള ഇരട്ട ഭിത്തിയുള്ള കപ്പ് പോലുള്ള ഭാഗം. ഇവിടെ കാണുന്നുണ്ടല്ലോ, ഇരട്ട ഭിത്തിയുള്ള കപ്പ് പോലുള്ള ഭാഗമാണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ. ഭിത്തികൾക്കിടയിലുള്ള സ്ഥലമാണ് ക്യാപ്സുലാർ സ്പേസ് എന്ന് പറയുന്നത്.
ദെൻ നമ്മൾ പറഞ്ഞു അഫറന്റ് വെസൽ എന്താണ്? ബൊമാൻസ് ക്യാപ്സ്യൂളിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന വൃക്കാധമനിയുടെ ശാഖയാണ്. ഈ ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ, ബൊമാൻസ് ക്യാപ്സ്യൂളാണ് ഈ കപ്പ് ഷേപ്പിൽ കാണുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിനാണ് അഫറന്റ് വെസൽ എന്ന് പറയുന്നത്. ഇനി ഇഫറന്റ് വെസൽ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കൂ. ബൊമാൻസ് ക്യാപ്സിനുള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്ന, അല്ലെ, ബൊമാൻസ് ക്യാപ്സ്യൂളിനുള്ളിൽ നിന്നും ഇങ്ങനെ പുറത്തേക്ക് വരുന്ന ഈ കുഴലാണ് എന്ത്? ഇഫറന്റ് വെസൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഗ്ലോമറൂലസ്. എന്താണ് ഗ്ലോമറൂലസ്? അഫറന്റ് വെസൽ ബൊമാൻസ് ക്യാപ്സ്യൂളിനുള്ളിൽ പ്രവേശിച്ച് സൂക്ഷ്മ ലോമികകളായിട്ട് മാറിയ ഭാഗം. അഫറന്റ് വെസൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു, ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്താണെന്ന് പഠിച്ചു. അപ്പോൾ അഫറന്റ് വെസൽ ബൊമാൻസ് ക്യാപ്സ്യൂളിനുള്ളിൽ പ്രവേശിച്ച് സൂക്ഷ്മ ലോമികകളായി മാറിയ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ഗ്ലോമറൂലസ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്ലോമറൂലസ്. അപ്പോൾ ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് ദേ ഈ കപ്പ് ഷേപ്പിൽ കാണുന്നതാണ്. ഗ്ലോമറൂലസ് എന്ന് പറയുന്നത് അവിടെ ഒരു എന്താണ്, ഇങ്ങനെ ഇത് കണ്ടില്ലേ, ശാഖ പോലെ കാണുന്നില്ലേ, അതാണ് ഗ്ലോമറൂലസ് എന്ന് പറയുന്നത്. അടുത്തത് ബാഹ്യനാളികാ ലോമികാജലം. ബാഹ്യനാളികാ ലോമികാജാലം. അപ്പൊ എന്താണ് ഈ ബാഹ്യനാളികാ ലോമികാജാലം എന്ന് പറയുന്നത്? നോക്കാം, ഇതെവിടെ റെഡ് കളറിൽ കാണുന്നില്ലേ, അടയാളപ്പെടുത്തി കാണുന്നുണ്ടല്ലോ അല്ലെ. ഇഫറന്റ് വെസലിന്റെ തുടർച്ചയായി വൃക്കാനാളികയ്ക്ക് ചുറ്റും കാണപ്പെടുന്ന രക്തലോമികകളാണ്. ഓക്കെ, ഇഫറന്റ് വെസൽ നമ്മൾ പഠിച്ചല്ലേ. അപ്പൊ ഇഫറന്റ് വെസലിന്റെ തുടർച്ചയായിട്ട് ഇങ്ങനെ വരുന്നതാണ്. ഇഫറന്റ് വെസലിന്റെ തുടർച്ചയായി വൃക്കാനാളികയ്ക്ക് ചുറ്റും കാണപ്പെടുന്ന രക്തലോമികകളാണ് ബാഹ്യനാളികാ ലോമികാ ജാലം എന്ന് പറയുന്നത്. അടുത്തത് നോക്കുക, അതേ ഇവിടെ ഇങ്ങനെ യു ഷേപ്പിൽ കാണുന്നില്ലേ, അതാണ് വൃക്കാനളിക. വൃക്കാനളിക ബൊമാൻസ് ക്യാപ്സ്യൂളിനെയും ശേഖരണ നാളിയെയും ബന്ധിപ്പിക്കുന്ന നീണ്ട കുഴലാണ് വൃക്കാനളിക. എന്താണ്? ബൊമാൻസ് ക്യാപ്സ്യൂളിനെയും, എവിടെയാണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ? നമ്മളിവിടെ പഠിച്ചല്ലേ, കപ്പ് ഷേപ്പ് കണ്ടില്ലേ, ഇത് എവിടെ കാണുന്നുണ്ട്? ബൊമാൻസ് ക്യാപ്സ്യൂളിനെയും പിന്നെയോ ശേഖരണ നാളി ഇതേ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ശേഖരണ നാളി ഇതേ കിടക്കുന്നു. വൃക്കാനാളികകൾ വന്നു ചേരുന്ന ഭാഗം ജലത്തിന്റെ ആഗിരണം നടക്കുന്നു, മൂത്രം ശേഖരിച്ച് പെൽവിസിൽ എത്തിക്കുന്നു. ശേഖരണനാളി എന്തൊക്കെയാണ് ചെയ്യുന്നത്? വൃക്കാനാളികകൾ വന്നു ചേരുന്ന ഭാഗമാണ്, ജലത്തിന്റെ ആഗിരണം നടക്കുന്നു, മൂത്രം ശേഖരിച്ച് പെൽവിസിലേക്ക് എത്തിക്കുന്നു. അപ്പൊ ഈ ശേഖരണനാളിയും അതുപോലെ തന്നെ ബൊമാൻസ് ക്യാപ്സ്യൂളിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നീണ്ട കുഴലാണ് വൃക്കാനളിക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഭാഗങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഈ പിക്ചർ ഒന്ന് നിങ്ങൾ നോക്കുക. അടുത്തത് മൂത്രം രൂപപ്പെടൽ. നോക്കുക, സൂക്ഷ്മ അരിക്കൽ, പുനരാകിരണവും സ്രവണവും ജലത്തിന്റെ ആകിരണം എന്നീ പ്രക്രിയകളിലൂടെയാണ് മൂത്രം രൂപപ്പെടുന്നത്. എങ്ങനെയാണ് മൂത്രം രൂപപ്പെടുന്നത്? സൂക്ഷ്മ അരിക്കൽ, പുനരാകിരണവും സ്രവണവും ജലത്തിന്റെ ആകിരണം എന്നീ പ്രക്രിയകളാണ് മെയിനായിട്ട് മൂത്രം രൂപപ്പെടുന്നതിലെ പ്രക്രിയകൾ. അപ്പോൾ അത് ഓരോന്നും എന്താണ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കുക, ആദ്യം സൂക്ഷ്മ അരിക്കൽ. സൂക്ഷ്മ അരിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? രക്തം ഗ്ലോമറൂലസിലൂടെ, നമ്മളിപ്പോൾ പഠിച്ച ആ പാട്ടൊക്കെ നമ്മുടെ മനസ്സിൽ വരണം അല്ലെ. റെഡ് കളറിൽ ഇങ്ങനെ കണ്ടില്ലേ, അതാണ് എന്ത്? രക്തം ഗ്ലോമറൂലസിലൂടെ. എവിടെയാണ് ഗ്ലോമറൂലസ്? നമ്മളിവിടെ അടയാളപ്പെടുത്തിയതാ കിടക്കുന്നു അല്ലെ. ഇതാ ഈ കാണുന്നതാണ്, അത് ഇങ്ങനെ ഇങ്ങനെ പിണഞ്ഞ് കാണപ്പെടുന്നില്ലേ, അതാണ് ഗ്ലോമറൂലസ് എന്ന് പറയുന്നത്. അപ്പോൾ രക്തം ഗ്ലോമറൂലസിലൂടെ ഒഴുകുമ്പോൾ അതിലെ സുഷിരങ്ങളിലൂടെ സൂക്ഷ്മ അരിക്കലിന് വിധേയമാകുന്നു. അപ്പോൾ ഗ്ലോമറൂലസിലൂടെ ഒഴുകുമ്പോഴാണ് എന്ത്? സൂക്ഷ്മ അരിക്കലിന് വിധേയമാകുന്നത്. അഫറന്റ് വെസലും ഇഫറന്റ് വെസലും തമ്മിലുള്ള വ്യാസ വ്യത്യാസം. അഫറന്റ് വെസൽ എവിടെയാന്ന് ഓർമ്മയുണ്ടല്ലോ, ഇഫറന്റ് വെസലും ഓർമ്മയുണ്ട് അല്ലെ. അപ്പൊ അഫറന്റ് വെസലും ഇഫറന്റ് വെസലും തമ്മിലുള്ള വ്യാസ വ്യത്യാസം ഗ്ലോമറൂലസിൽ സൃഷ്ടിക്കുന്ന ഉയർന്ന മർദ്ദം ഈ പ്രക്രിയയെ സഹായിക്കുന്നു. അപ്പൊ ഈ സൂക്ഷ്മ അരിക്കൽ എന്ന് പറയുന്ന പ്രക്രിയയെ സഹായിക്കുന്നത് എന്താണ്? അഫറന്റ് വെസലും ഇഫറന്റ് വെസലും തമ്മിലുള്ള വ്യാസ വ്യത്യാസം ഗ്ലോമറൂലസിൽ സൃഷ്ടിക്കുന്ന ഉയർന്ന മർദ്ദമാണ് ഈ സൂക്ഷ്മ അരിക്കൽ എന്ന് പറയുന്ന പ്രക്രിയയെ സഹായിക്കുന്നത്. ഇതിന്റെ ഫലമായി രൂപം കൊള്ളുന്ന ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ക്യാപ്സ്യുലാർ സ്പേസിൽ ശേഖരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ എന്താണ് പ്രക്രിയയുടെ ഫലമായിട്ട്, സൂക്ഷ്മ അരിക്കലിൻ്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ക്യാപ്സുലാർ സ്പേസിലാണ് ശേഖരിക്കുന്നത്. ഓക്കെ, അടുത്തത് പുനരാകിരണവും സ്രവണവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് വൃക്കാനളികയിലൂടെ, ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ത് ചെയ്തു? ക്യാപ്സുലാർ സ്പേസിൽ ശേഖരിക്കുന്നു എന്ന് പറഞ്ഞല്ലേ. ആ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് വൃക്കാനളികയിലൂടെ, വൃക്കാനളിക നമ്മൾ പഠിച്ചല്ലോ, ബൊമാൻസ് ക്യാപ്സ്യൂളും ശേഖരണ നാളികയും കൂടെ ബന്ധിപ്പിക്കുന്ന ഒരു യു ഷേപ്ഡ് ആയിട്ടുള്ളതാണ് വൃക്കാനളിക, പഠിച്ചു അല്ലേ. അപ്പോൾ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഈ വൃക്കാനളികയിലൂടെ ശേഖരണ നാളിയിലേക്ക് ഒഴുകുമ്പോൾ അവശ്യ വസ്തുക്കൾ
ബാഹ്യ നളികാ ലോമികാ ജാലത്തിലേക്ക് പുനരാഗിരണം ചെയ്യുന്നു. സൂക്ഷ്മ അരിക്കലിനു ശേഷവും രക്തത്തിൽ അധികമായി അവശേഷിക്കുന്ന ചില ഘടകങ്ങൾ ലോമികാ ജാലത്തിൽ നിന്ന് വൃക്കാനാളികയിലേക്ക് സ്രവിക്കപ്പെടുന്നു. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഇവിടെ ഉണ്ടായി സൂക്ഷ്മ അരിക്കലിന്റെ ഫലമായിട്ട്. ആ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് വൃക്കാനാളികയിലൂടെ എവിടെ എത്തുന്നു? ശേഖരണ നാളികയിലേക്ക് ഒഴുകുന്ന സമയത്ത് അവശ്യ വസ്തുക്കൾ എന്ത് ചെയ്യുന്നു? ബാഹ്യ നളികാ ലോമികാ ജാലത്തിലേക്ക് പുനരാഗിരണം ചെയ്യുന്നു. സൂക്ഷ്മ അരിക്കലിന് ശേഷവും രക്തത്തിൽ അധികമായി അവശേഷിക്കുന്ന ചില ഘടകങ്ങൾ എന്ത് ചെയ്യുന്നു? ലോമികാ ജാലത്തിൽ നിന്നും വൃക്കാനാളികയിലേക്ക് സ്രവിക്കപ്പെടുന്നു. ഓക്കെ, ഇനി ജലത്തിന്റെ ആഗിരണം. ജലത്തിന്റെ ആഗിരണം എന്ന് പറയുന്നത് എന്താണ്? ശേഖരണ നാളിയിൽ വെച്ച് ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ നിന്നും അധികമുള്ള ജലം ആഗിരണം ചെയ്യപ്പെടുന്നു. ശേഷിക്കുന്ന ഭാഗമാണ് എന്ത്? മൂത്രം. അപ്പോൾ ശേഖരണ നാളിയിൽ വെച്ചിട്ടാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ നിന്നും അധികമുള്ള ജലം ആഗിരണം ചെയ്യപ്പെടുന്നു. ശേഷിക്കുന്ന ഭാഗമാണ് എന്ത്? മൂത്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന് പറഞ്ഞാൽ അതിലുള്ള ഘടകങ്ങളാണ് പറയുന്നത്. ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? ജലം, ഗ്ലൂക്കോസ്, അമിനോ ആസിഡുകൾ, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം അയോണുകൾ, വിറ്റമിനുകൾ, യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ തുടങ്ങിയവയാണ് കേട്ടോ. ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലെ ഘടകങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ജലം, ഗ്ലൂക്കോസ്, അമിനോ ആസിഡുകൾ, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം അയോണുകൾ, വിറ്റാമിനുകൾ, യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ തുടങ്ങിയവയാണ്. ഇനി മൂത്രം അല്ലെ, ബാക്കി വരുന്ന ഭാഗം മൂത്രമാണെന്ന് പറഞ്ഞു ശേഖരണ നാളിയിൽ. അപ്പോൾ മൂത്രത്തിലെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ജലം 96% ജലം, യൂറിയ 2% യൂറിയ, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, കാൽഷ്യം ലവണങ്ങൾ, ഫോസ്ഫേറ്റ്, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ തുടങ്ങിയവ 2%. ഓക്കെ, ജലം 96%, യൂറിയ 2%, ദെൻ സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, കാൽസ്യം ലവണങ്ങൾ, ഫോസ്ഫേറ്റ്, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ തുടങ്ങിയവ എല്ലാം കൂടെ 2%. ഓക്കെ, അതാണ് മൂത്രത്തിലെ ഘടകങ്ങൾ. അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി മൂത്രം വൃക്കയിൽ നിന്ന് മൂത്രവാഹി വഴി മൂത്രസഞ്ചിയിലെത്തി താൽക്കാലികമായി എന്ത് ചെയ്യുന്നു? സംഭരിക്കപ്പെടുന്നു. ഓക്കെ, മൂത്രം വൃക്കയിൽ നിന്ന് മൂത്രവാഹി വഴി മൂത്രസഞ്ചിയിലെത്തി താൽക്കാലികമായി സംഭരിക്കപ്പെടുന്നു. അത് നിറയുന്നതിനനുസരിച്ച് മൂത്രനാളി വഴി പുറന്തള്ളപ്പെടുന്നു. മൂത്രമൊഴിക്കുമ്പോൾ മൂത്രപഥത്തിലെ രോഗാണുക്കളെ കഴുകിക്കളയുക എന്ന പ്രവർത്തനം കൂടി നടക്കുന്നുണ്ട്. അപ്പം മൂത്രമൊഴിക്കുക എന്ന് പറയുമ്പോൾ മൂത്രപഥത്തിലെ രോഗാണുക്കളെ കഴുകിക്കളയുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മൂത്രം ഒഴിക്കാതെ ദീർഘനേരം പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെയുള്ള അണുക്കൾ അല്ലെ മൂത്രാശയം അപ്പോൾ അവിടെ തന്നെ നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദീർഘനേരം മൂത്രം ഒഴിക്കാതിരുന്നു കഴിഞ്ഞാൽ മൂത്രപഥത്തിലും മൂത്രാശയത്തിലും ഉണ്ടാകാനിടയുള്ള ബാക്ടീരിയകളെ പുറന്തള്ളാനുള്ള സാധ്യത തടയപ്പെടും. ഇത് മൂത്രാശയത്തിന്റെ ആന്തരസ്തരത്തിൽ അണുബാധയുണ്ടാക്കും. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് മൂത്രപഥത്തിലെ അണുബാധയ്ക്കുള്ള സാധ്യത കൂടുതൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ മൂത്രം ഒഴിക്കുക എന്ന് പറയുമ്പോൾ അവിടെ മൂത്രപഥത്തിലെ രോഗാണുക്കളെ കഴുകിക്കളയുക എന്നൊരു പ്രവർത്തനം കൂടി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ദീർഘനേരം മൂത്രം ഒഴിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും? അവിടെയുള്ള ബാക്ടീരിയകളെ പുറന്തള്ളാനുള്ള സാധ്യത തടയപ്പെടുകയും അത് മൂത്രാശയത്തിന്റെ ആന്തരസ്തരത്തിൽ അണുബാധയുണ്ടാക്കുകയും ചെയ്യും. ഓക്കെ, ഇനി നോക്കുക, 1.5 ലിറ്റർ മൂത്രം ഉണ്ടാകാൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ശരീരത്തിലുള്ള രക്തം മുഴുവനും 24 മണിക്കൂറിനുള്ളിൽ 350 തവണയെങ്കിലും വൃക്കകളിലൂടെ കടന്നു പോകുന്നുണ്ട്. 1800 ലിറ്റർ രക്തം അരിച്ചാണ് 170 ലിറ്റർ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഉണ്ടാകുന്നത്. ഒരു മിനിറ്റിൽ ഏകദേശം 127 മില്ലി ലിറ്റർ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് രൂപപ്പെടുന്നു. അതിൽ നിന്നും ഏകദേശം 126 മില്ലി ലിറ്റർ തിരികെ രക്തത്തിലേക്ക് പുനരാഗിരണം ചെയ്യപ്പെടുന്നു. തൽഫലമായി 170 ലിറ്റർ ഫിൽട്രേറ്റിൽ നിന്നും 1.5 ലിറ്റർ മൂത്രം മാത്രമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക കേട്ടോ. 170 ലിറ്റർ ഫിൽട്രേറ്റിൽ നിന്നും എത്രയാണ്? 1.5 ലിറ്റർ മൂത്രം മാത്രമാണ് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം ഒന്ന് വായിച്ച് നോക്കുക. ഇനി ശരീരത്തിലെ മുഖ്യ വിസർജ്യ വസ്തുവായ മൂത്രത്തിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? ജലം, യൂറിയ, ലവണങ്ങൾ എന്നിവയാണ് അടങ്ങിയിട്ടുള്ളത്. നമ്മളിപ്പോൾ പഠിച്ചല്ലേ, ജലമുണ്ട്, യൂറിയ ഉണ്ട്, ലവണങ്ങൾ ഉണ്ട്. ഇനി നോക്കുക, ഇവിടെ ഒരു സൂചന എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സോഡിയം ഹൈ പോബ്രോമേറ്റ് യൂറിയയുമായി പ്രവർത്തിക്കുമ്പോൾ യൂറിയ വിഘടിച്ച് കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജനുമായിട്ട് മാറുന്നു. ജസ്റ്റ് ഇവിടെ ഒരു പരീക്ഷണം, അത് SCRT ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്, അത് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കുക. അടുത്ത നോക്കുക, വൃക്കകളും ആന്തര സമസ്ഥിതി പാലനവും.
ശരീരദ്രവങ്ങളുടെ ഗാഢത പരിപാലിക്കുന്നതിൽ വൃക്കകൾക്ക് വലിയ പങ്കുണ്ട്. നമ്മൾ പഠിച്ചല്ലേ, ഇത്രയും നേരം പഠിച്ചത് അത് തന്നെയാണ്. ശരീരദ്രവങ്ങളുടെ ഗാഢത പരിപാലിക്കുന്നതിൽ വൃക്കകൾക്ക് വലിയ പങ്കുണ്ട്. ഇവ രക്തത്തിലെ ജലത്തിന്റെയും ലവണങ്ങളുടെയും അളവ്, pH എന്നിവ ക്രമീകരിക്കുന്നു. രക്തത്തിലെ ജലത്തിന്റെയും ലവണങ്ങളുടെയും അളവ്, pH എന്നിവ ക്രമീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, വൃക്കകളും ആന്തര സമസ്ഥിതി പാലനവും എന്ന് പറഞ്ഞിട്ട് ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഇവിടെ നോക്കുക, വൃക്കയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? മാലിന്യങ്ങളുടെ പുറന്തള്ളൽ, ജലസന്തുലനം, ലവണ സന്തുലനം, pH ക്രമീകരണം. ആന്തര സമസ്ഥിതി പാലിക്കപ്പെട്ട നിലയിൽ ജീവൽ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ആന്തര സമസ്ഥിതിയിൽ വ്യതിയാനം സംഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. അടുത്തത് വൃക്കാരോഗങ്ങൾ എന്ന് പറയുമ്പോൾ തെറ്റായ ആരോഗ്യശീലങ്ങളും ജീവിതശൈലിയും രോഗാണുബാധയും വൃക്കകളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു. തെറ്റായ ആരോഗ്യശീലങ്ങൾ, ജീവിതശൈലികൾ, രോഗാണുബാധ എന്നിവ വൃക്കകളുടെ ആരോഗ്യത്തെ ദോഷകരമായി തന്നെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ വൃക്കകളെ ബാധിക്കുന്ന മെയിൻ ആയിട്ടുള്ള രോഗങ്ങളും അവയുടെ കാരണവും അതിൻ്റെ ലക്ഷണവുമാണ് ഒരു ടേബിളായിട്ട് തന്നിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കുക. ആദ്യത്തെ രോഗം നെഫ്രൈറ്റിസ് എന്ന് പറയുന്നത് എന്താണ്? അതിന് കാരണം എന്ന് പറയുന്നത് അണുബാധയോ വിഷബാധയോ മൂലം വൃക്കകൾക്കുണ്ടാകുന്ന വീക്കമാണ് നെഫ്രൈറ്റിസ്. ഓക്കെ, അണുബാധയോ വിഷബാധയോ മൂലം വൃക്കകൾക്കുണ്ടാകുന്ന വീക്കമാണ് നെഫ്രൈറ്റിസ്. അതിൻ്റെ ലക്ഷണം എന്താണ്? കലങ്ങിയതും കടും നിറത്തോടു കൂടിയതുമായിട്ടുള്ള മൂത്രം. ഓക്കെ, കലങ്ങിയതും കടും നിറത്തോടു കൂടിയതുമായിട്ടുള്ള മൂത്രം, പുറം വേദന, പനി, മുഖത്തും കണങ്കാലിനും വീക്കം. അപ്പോൾ എന്താണ്? മൂത്രം ഒഴിക്കുന്ന സമയത്ത് നിറമൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ? അപ്പോൾ അത് ഈ രോഗത്തിൻ്റെയൊക്കെ കാരണമാവാം. കലങ്ങിയതും കടും നിറത്തോടു കൂടിയതുമായിട്ടുള്ള മൂത്രം, പുറം വേദന, പനി, മുഖത്തും കണങ്കാലിലും വീക്കം. ഇതൊക്കെയാണ് ലക്ഷണം. കാരണം എന്താണ്? അണുബാധയോ വിഷബാധയോ മൂലം വൃക്കകൾക്കുണ്ടാവുന്ന വീക്കമാണ് നെഫ്രൈറ്റിസ് എന്ന് പറയുന്ന രോഗം. അടുത്തത് വൃക്കയിലെ കല്ല്. അതെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? വൃക്കയിലെ കല്ല്. വൃക്കയിലോ മൂത്രപഥത്തിലോ കാൽസ്യം ലവണങ്ങൾ തരികളായിട്ട് അടിഞ്ഞുകൂടുന്നു. വൃക്കയിലോ മൂത്രപഥത്തിലോ എന്ത് ചെയ്യുന്നു? കാൽസ്യം ലവണങ്ങൾ തരികളായി അടിഞ്ഞുകൂടുന്നു. അതിങ്ങനെ തരികളായി അടിഞ്ഞുകൂടി നമുക്ക് കറക്റ്റായിട്ട് അത് കണ്ടാൽ അറിയാൻ പറ്റും. അത് ശരിക്കും ഒരു കല്ല് പോലെ തന്നെ ഉണ്ടാവും. ഓക്കെ, അടിഞ്ഞുകൂടി ഒരു കല്ല് പോലെ ഇരിക്കും അത് കാണാനായിട്ട്. അതുകൊണ്ടാണ് അതിനെ വൃക്കയിലെ കല്ല് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നോക്ക്, അതിൻ്റെ ലക്ഷണം എന്താണ്? അടിവയറ്റിൽ വേദന, മൂത്രതടസ്സം, തലകറക്കം, ഛർദി. അടിവയറ്റിൽ വേദന, മൂത്രതടസ്സം, തലകറക്കം, ഛർദി. ഓക്കെ, അപ്പോൾ അതാണ് വൃക്കയിലെ കല്ല് എന്ന് പറയുന്നത്. കാൽഷ്യം ലവണങ്ങൾ തരികളായിട്ട് വൃക്കയിലോ മൂത്രപഥത്തിലോ അടിഞ്ഞുകൂടുന്നതാണ് വൃക്കയിലെ കല്ല്. അടുത്തത് യൂറീമിയ എന്ന് പറയുന്നത് എന്താണ്? പലതരം വൃക്കാരോഗങ്ങൾ, അതായത് നെഫ്രൈറ്റിസ്, പ്രമേഹം, രക്താബ്ദിമർദ്ദം, അങ്ങനെയുള്ള എല്ലാ രോഗങ്ങളും അതിനെയാണ് എന്തെന്ന് പറയുന്നത്? യൂറീമിയ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ലക്ഷണം എന്താണ്? വിളർച്ച, ശരീരഭാരം കുറയുക, തലകറക്കം, ശ്വാസതടസ്സം, വയറിളക്കം. വിളർച്ച, ശരീരഭാരം കുറയുക, തലകറക്കം, ശ്വാസതടസ്സം, വയറിളക്കം, മൂത്രോത്പാദനം ക്രമേണ നിലയ്ക്കുന്നു. ഇതാണ് യൂറീമിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 3 രോഗങ്ങളും അതിൻ്റെ കാരണം ലക്ഷണവും വായിച്ച് മനസ്സിലാക്കി വയ്ക്കാം. വൃക്കാരോഗങ്ങൾ മാരകമാകുമ്പോൾ വിസർജ്യ വസ്തുക്കൾ അരിച്ചു മാറ്റാതെ രക്തത്തിൽ തന്നെ നിലനിൽക്കും. വൃക്കാരോഗങ്ങൾ മാരകമാകുമ്പോൾ എന്ത് സംഭവിക്കും? വിസർജ്യ വസ്തുക്കളെ അരിച്ചു മാറ്റുക എന്നതാണ് വൃക്കയുടെ ഫംഗ്ഷൻ. അപ്പോൾ അത് നടക്കാതെ ആവുമ്പോൾ, വൃക്കാരോഗങ്ങൾ മാരകമാകുമ്പോൾ വിസർജ്യ വസ്തുക്കൾ അരിച്ചു മാറ്റാതെ രക്തത്തിൽ തന്നെ നിലനിൽക്കും. അങ്ങനെ എന്താണ്? വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാവുന്നത് മൂലം ആളുകളുടെ ജീവന് തന്നെ അപകടമായിട്ട് മാറും അല്ലേ? ഇനി ഹീമോഡയാലിസിസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഹീമോഡയാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൃക്കകൾ തകരാറിലാകുന്ന അവസ്ഥയിൽ കൃത്രിമ വൃക്കയിലൂടെ രക്തം കടത്തിവിട്ട് ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, വൃക്കകൾ കംപ്ലൈൻ്റ് ആയിട്ടുള്ള എല്ലാവരും ചെയ്യുന്നതാണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. എന്താണ് അത്? കൃത്രിമ വൃക്കയിലൂടെ രക്തം കടത്തിവിട്ട് ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് എന്ത്? ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. കൃത്രിമ വൃക്ക എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്തത് ഡച്ച് ഡോക്ടറായിട്ടുള്ള വില്യം ജോഹാൻ കോഫ് ആണ് കേട്ടോ. പേര് ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്തത് ഡച്ച് ഡോക്ടറായിട്ടുള്ള വില്യം ജോഹാൻ കോഫ് ആണ്. ഓക്കെ, ഇനി ഹീമോഡയാലിസിസ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് എന്താണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ആദ്യം ധമനിയിൽ നിന്ന് മാലിന്യങ്ങളുടെ അളവ് കൂടിയ രക്തം ഡയാലിസിസ് യൂണിറ്റിലേക്ക് കടത്തിവിടുന്നു.
രക്തം കട്ടപിടിക്കുന്നത് തടയുന്നതിന് ഹെപ്പാരിൻ ചേർക്കുന്നു. എന്താണ് ആദ്യത്തെ സ്റ്റെപ്പ്? ധമനിയിൽ നിന്ന് മാലിന്യങ്ങളുടെ അളവ് കൂടിയ രക്തം ഡയാലിസിസ് യൂണിറ്റിലേക്ക് കടത്തിവിടുന്നു. ഏതിലാണോ മാലിന്യങ്ങളുടെ അളവ് കൂടിയിട്ടുള്ളത് അതാണല്ലോ ശുദ്ധീകരിക്കേണ്ടത്. അപ്പോൾ ധമനിയിൽ നിന്ന് മാലിന്യങ്ങളുടെ അളവ് കൂടിയ രക്തം എന്ത് ചെയ്യുന്നു? ഡയാലിസിസ് യൂണിറ്റിലേക്ക് കടത്തിവിടുന്നു. രക്തം കട്ടപിടിക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഹെപ്പാരിൻ ചേർക്കുന്നു. അപ്പോൾ രക്തം കട്ടപിടിക്കുന്നത് തടയാനായിട്ട് ചേർക്കുന്നത് എന്താണ്? ഹെപ്പാരിൻ ആണ് കേട്ടോ, അത് ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞ് എന്താണ് ചെയ്യുന്നത്? ഡയാലിസിസ് യൂണിറ്റിലൂടെ രക്തം ഒഴുകുമ്പോൾ രക്തത്തിലെ മാലിന്യങ്ങൾ ഡിഫ്യൂഷനിലൂടെ ഡയാലിസിസ് ദ്രാവകത്തിലേക്ക് വ്യാപിക്കുന്നു. ഓക്കെ, ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? മാലിന്യത്തിൻ്റെ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് മാലിന്യം പോകും എന്നുള്ള രീതിയിൽ. അപ്പോൾ ഡിഫ്യൂഷൻ, മാലിന്യങ്ങൾ എന്ത് ചെയ്യുന്നു? ഡിഫ്യൂഷനിലൂടെ ഡയാലിസിസ് ദ്രാവകത്തിലേക്ക് വ്യാപിക്കുന്നു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ശുദ്ധീകരിക്കപ്പെട്ട രക്തം തിരികെ സിരകളിലേക്ക് കടത്തിവിടുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് എന്ത്? ഹീമോഡയാലിസിസിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ധമനിയിൽ നിന്ന് മാലിന്യങ്ങളുടെ അളവ് കൂടിയ രക്തം ഡയാലിസിസ് യൂണിറ്റിലേക്ക് കടത്തിവിടുന്നു. രക്തം കട്ടപിടിക്കുന്നത് തടയുന്നതിന് വേണ്ടി ഹെപ്പാരിൻ ചേർക്കുന്നു. ഈ ഡയാലിസിസ് യൂണിറ്റിലൂടെ രക്തം ഒഴുകുന്ന എന്ത് സംഭവിക്കുന്നു? ഡിഫ്യൂഷനിലൂടെ മാലിന്യങ്ങൾ ഡയാലിസിസ് ദ്രാവകത്തിലേക്ക് വ്യാപിക്കുന്നു. ശുദ്ധീകരിക്കപ്പെട്ട രക്തം തിരികെ സിരകളിലേക്ക് കടത്തിവിടുന്നു. ഇതാണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. അടുത്തത് വൃക്ക മാറ്റിവെക്കൽ. രക്തം ശുദ്ധീകരിക്കുന്നതിന് ആരോഗ്യമുള്ള ഒരു വൃക്ക മതിയാകും. എന്നാൽ ഒരു വ്യക്തിയുടെ 2 വൃക്കകളും പൂർണ്ണമായും തകരാറിലാകുമ്പോൾ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി മറ്റൊരാളിൽ നിന്നും പ്രവർത്തനക്ഷമമായ ഒരു വൃക്ക സ്വീകരിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ രക്തം ശുദ്ധീകരിക്കുന്നത് എന്താണ്? രക്തം ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട് ആരോഗ്യമുള്ള ഒരു വൃക്ക മതിയാകും. പക്ഷേ 2 വൃക്കകളും പൂർണ്ണമായിട്ടും തകരാറിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു വൃക്ക മറ്റൊരാളിൽ നിന്നും പ്രവർത്തനക്ഷമമായിട്ടുള്ള വൃക്ക സ്വീകരിക്കേണ്ടി വരും. പൂർണ്ണ ആരോഗ്യവാനായിരിക്കെ അപകടത്തിലോ മറ്റോ പെട്ട് മരണപ്പെടുന്ന ആളുടെയോ പൂർണ്ണ ആരോഗ്യവാനായ ഒരാളുടെയോ വൃക്ക രക്തഗ്രൂപ്പുകളുടെയും കലകളുടെയും പൊരുത്തമനുസരിച്ച് മാറ്റിവെക്കാവുന്നതാണ്. അപ്പോൾ പൂർണ്ണ ആരോഗ്യവാനായിരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും അപകടത്തിൽ പെട്ടിട്ടോ എങ്ങനെയെങ്കിലും മരണപ്പെടുമ്പോൾ അവർ ദാനം ചെയ്യാം എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ വൃക്ക അപ്പോൾ തന്നെ ദാനം ചെയ്യുന്ന, അങ്ങനെ അവയവങ്ങളൊക്കെ ദാനം ചെയ്യുന്നവർ ഒത്തിരി പേരുണ്ട്. അപ്പോൾ പൂർണ്ണ ആരോഗ്യവാനായിരിക്കുമ്പോൾ തന്നെ അപകടത്തിൽപ്പെട്ട് മരിക്കുന്ന ഒരാളുടെയോ അല്ലെങ്കിൽ പൂർണ്ണ ആരോഗ്യവാനാണെങ്കിൽ ചിലപ്പോൾ 2 കിഡ്നി വേണ്ട, ഒരാൾക്ക് ജീവിക്കാൻ 1 കിഡ്നി മതി എന്നാണ്. അപ്പോൾ 1 കിഡ്നിയൊക്കെ കൊടുക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ കൊടുത്തിട്ട് വൃക്ക മാറ്റിവെക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. ഇനി ഇവിടെ വൃക്ക മാറ്റിവെക്കുമ്പോൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. വൃക്ക മാറ്റിവെക്കുമ്പോൾ പ്രവർത്തനരഹിതമായ വൃക്കകൾ നീക്കം ചെയ്യുന്നില്ല. ഓക്കെ, പ്രവർത്തനരഹിതമായിട്ടുള്ള വൃക്കകൾ നീക്കം ചെയ്യുന്നില്ല. പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. പകരം എന്ത് ചെയ്യുന്നു? പുതിയ വൃക്ക പഴയ വൃക്കയിലൂടെ വൃക്കയുടെ ചുവടെ സ്വീകർത്താവിൻ്റെ വൃക്കാധമനിയുമായും വൃക്കാസിരയുമായും ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പഴയ വൃക്കയെ നീക്കം ചെയ്യുന്നില്ല, അത് പോയിന്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. പകരം എന്താണ് ചെയ്യുന്നത്? പുതിയ വൃക്ക പഴയ വൃക്കയുടെ ചുവടെ സ്വീകർത്താവിൻ്റെ വൃക്കാധമനിയുമായും വൃക്കാസിരയുമായും ബന്ധിപ്പിക്കുന്നു. പുതിയ വൃക്കയുടെ മൂത്രവാഹി സ്വീകർത്താവിൻ്റെ മൂത്രസഞ്ചിയുമായി ബന്ധിപ്പിക്കുന്നു. ഡോക്ടർ ജോസഫ് ഈ മുറെ ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി. ആ പേര് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ഡോക്ടർ ജോസഫ് ഈ മുറയാണ് ആദ്യമായിട്ട് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. ആരാണ്? ഡോക്ടർ ജോസഫ് ഈ മുറെ ആണ് ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി വിസർജനം മറ്റു ജീവികളിൽ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് ആവശ്യമുള്ളവർ ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കി നോക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് മറ്റുള്ള ജീവികളുടെ ഇപ്പം നമുക്ക് പഠിക്കാനില്ല, അതുകൊണ്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ ഹ്യൂമൻ ബോഡിയാണ് പഠിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വിലയിരുത്താം എന്ന് പറഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ആൻസർ ചെയ്ത് നോക്കാം അല്ലേ. ഓരോ ചോദ്യം ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിലുള്ള ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് ആൻസർ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. ഗ്ലോമറൂലാർ ഫിൽട്രേറ്റിൽ കാണപ്പെടുന്ന ഗ്ലൂക്കോസ്, അമിനോ ആസിഡ് മുതലായവ മൂത്രത്തിൽ കാണപ്പെടുന്നില്ല, എന്തുകൊണ്ടാണ്? അപ്പോൾ നമ്മൾ പഠിച്ചതാണ് ഇപ്പോൾ. ഗ്ലോമറൂലാർ ഫിൽട്രേറ്റിൽ കാണപ്പെടുന്ന ഗ്ലൂക്കോസും അമിനോ ആസിഡും ഒന്നും എവിടെ കാണപ്പെടുന്നില്ല? മൂത്രത്തിൽ കാണപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. എന്തുകൊണ്ടാണ്? ഗ്ലോമറൂലാർ ഫിൽട്രേറ്റ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എഴുതിയെടുക്കുക കേട്ടോ. നമ്മൾ പഠിച്ചു തന്നെയാണ്. ഗ്ലോമറൂലാർ ഫിൽട്രേറ്റ് എന്താണ്? വൃക്കാനളികയിലൂടെ ശേഖരണ നളിയിലേക്ക് ഒഴുകുന്ന സമയത്ത് അവശ്യ വസ്തുക്കൾ എന്ത് ചെയ്യുന്നു? ബാഹ്യനാളിക ലോമിക ജാലത്തിലേക്ക് പുനരാകിരണം ചെയ്യപ്പെടുന്നു എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഗ്ലോമറൂലാർ ഫിൽട്രേറ്റ് വൃക്കാനളികയിലൂടെ ശേഖരണ നാളിയിലേക്ക് ഒഴുകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ വെച്ചിട്ട് അവശ്യ വസ്തുക്കൾ
ബാഹ്യ നാളിക ലോമിക ജലത്തിലേക്ക് പുനരാകിരണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആ അവശ്യ വസ്തുക്കളാണ് ഈ ഗ്ലൂക്കോസും അമിനോ ആസിഡും ഒക്കെ. അതുകൊണ്ടാണ് അതൊന്നും മൂത്രത്തിൽ കാണപ്പെടാത്തത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിന് ആൻസർ കിട്ടിയല്ലോ, എഴുതിയെടുത്തു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്തത്, മൂത്രത്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളെ ചിത്രത്തിൽ ഉചിതമായി ക്രമീകരിക്കുക. ഉചിതമായി ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് എന്താണ് നോക്കുക. ആദ്യത്തേതിൽ വരുന്നത്, ആദ്യത്തെ പാർട്ടിൽ മൂത്രം ശേഖരിക്കുന്നു. ആദ്യത്തെ പാർട്ട് എന്താണ് കൊടുത്തിട്ടുള്ളത്? പിക്ചർ ഓർമ്മയുണ്ടോ? അവിടെ ഗ്ലോമറൂലസ് ആണ് കൊടുത്തിട്ടുള്ള ചിത്രം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മൂത്രം ശേഖരിക്കുന്നു, അതുപോലെ തന്നെ പിന്നെന്താണ്, യൂറിയ, സോഡിയം, പൊട്ടാസ്യം അയോണുകൾ എന്നിവ ഇവിടേക്ക് സ്രവിക്കപ്പെടുന്നു എന്നുള്ളത്. ദെൻ അടുത്തത് എന്താണ് കൊടുത്തിട്ടുള്ളത് നോക്കുക. പിക്ചറിൽ കൊടുത്തിട്ടുള്ളത് കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ അതിൽ വരുന്നത് എന്താണ് ഫംഗ്ഷൻ വരുന്നത്? നമ്മൾ പഠിച്ചത് തന്നെയാണ്. അതേ ഈ പിക്ചർ ഒന്ന് എടുക്കുക, അതിനുശേഷം ആ പാർട്ട് അടയാളപ്പെടുത്തിയത് കേട്ടോ. ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല, നമ്മളിപ്പോൾ പഠിച്ചത് തന്നെയാണ്. ഇത് ഇവിടെ ഒരു പിക്ചർ പഠിച്ചായിരുന്നു അല്ലേ. അപ്പോൾ ഇതിൻ്റെ പാർട്ടുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആ റെഡ് കളറിൽ കണ്ട ട്യൂബ് ഏതാണ് നോക്കുക. ബാഹ്യ നാളിക ലോമിക ജാലം, അതാണ് നമ്മൾ പഠിച്ചത്. അത് ഇഫറന്റ് വെസലിന്റെ തുടർച്ചയായി വൃക്ക നളികയ്ക്ക് ചുറ്റും കാണപ്പെടുന്ന രക്തലോമികകൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ പാർട്ടുകളൊക്കെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് വായിച്ചു നോക്കുക. നമുക്ക് ഇങ്ങനെ ചിത്രം തന്നെ അടയാളപ്പെടുത്താൻ ഉണ്ടാവില്ല, പക്ഷേ ഏതെങ്കിലും ഒരു ഭാഗം തന്നിട്ട് അതിൻ്റെ ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയണ്ടേ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഈ പാർട്ടൊക്കെ ശേഖരണ നാളി ഇതാണ് എന്നുള്ള ആ പാർട്ടുകളൊക്കെ ഒന്ന് മനസ്സിൽ കൊണ്ടുവരാം കേട്ടോ. ഇനി അടുത്തത് നോക്കുക. മദ്യപാനം ഒഴിവാക്കേണ്ട ദുശീലമാണ്. ഈ പ്രസ്താവന കരളിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെടുത്തി വിശകലനം ചെയ്യുക. മദ്യപാനം ഒഴിവാക്കേണ്ടതാണ് എന്ന് പറയാനായിട്ട് കരളിന്റെ കാര്യവുമായിട്ട് റിലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പഠിച്ചു, കരളിന്റെ കാര്യം പറഞ്ഞപ്പോൾ എന്താണ്, മദ്യപാനത്തിലൂടെ ശരീരത്തിലെത്തുന്ന ആൽക്കഹോൾ വിഘടിപ്പിച്ച് നിർവീര്യമാക്കുന്ന പ്രവർത്തനം നടത്തുന്നത് എന്താണ്, കരൾ കോശങ്ങളാണ്. അപ്പോൾ ഇതിന്റെ ഫലമായിട്ട് എന്താണ്, കരൾ കോശങ്ങൾക്ക് നാശം സംഭവിക്കുന്നു അല്ലെ. വിഷാംശ വസ്തുക്കളൊക്കെ കൂടുതലായിട്ട് നശിപ്പിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്, കരളിനുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു പുനർനിർമ്മിക്കുന്ന ഒരു കഴിവിനപ്പുറം കോശങ്ങൾ ഉള്ളിലോട്ട് എത്തുന്ന സമയത്ത് കരളിന് ഓട്ടോമാറ്റിക്കലി നാശം സംഭവിക്കുമെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പോൾ മദ്യപാനത്തിലൂടെ ശരീരത്തിലെത്തുന്ന ഈ ആൽക്കഹോളൊക്കെ വിഘടിച്ച് നിർവീര്യമാക്കുന്ന പ്രവർത്തനം നടത്തുന്ന ആരാണ്, കരൾ കോശങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് എന്താണ്, കരൾ കോശങ്ങൾക്ക് നാശം സംഭവിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ അമോണിയ, യൂറിയ, യൂറിക് ആസിഡ്, അപ്പോൾ ഏതൊക്കെയാണ് മുഖ്യ വിസർജ്യ വസ്തുവായിട്ട് വരുന്നതിനനുസരിച്ചിട്ട് അവിടെ അടയാളപ്പെടുത്താനാണ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ വേറെയുള്ള ജീവികളുടെ പഠിച്ചില്ല, ഞാൻ ജസ്റ്റ് ഇവിടെ പറയാം. അമോണിയ വരുന്നത് ഏതൊക്കെയാണ്, അമീബ, മത്സ്യം. ഓക്കെ, അമോണിയ വിസർജ്യ വസ്തുവായിട്ട് വരുന്ന ഏതൊക്കെയാണ്, അമീബയും മത്സ്യവുമാണ് കേട്ടോ. അമീബ അതുപോലെ തന്നെ മത്സ്യവുമാണ് എന്ത് വരുന്നത്, അമോണിയ വിസർജ്യ വസ്തുവായിട്ട്. ഇനി യൂറിയ വരുന്ന ഏതൊക്കെയാണ്, തവളയും മനുഷ്യനുമാണ് കേട്ടോ. മനുഷ്യന്റെ പോലെ തന്നെ യൂറിയ വിസർജ്യ വസ്തുവായിട്ട് വരുന്ന മറ്റൊരു ജീവി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാം തവളയും മനുഷ്യനുമാണ് യൂറിയ വിസർജ്യ വസ്തുവായിട്ട്. ഇനി യൂറിക് ആസിഡ് വരുന്നത് ബാക്കിയുള്ള രണ്ടെണ്ണം, അതായത് പക്ഷികളും അതുപോലെ തന്നെ ഷഡ്പദങ്ങളുമാണ് കേട്ടോ. ഓക്കെ, അതൊന്ന് പഠിച്ചു വയ്ക്കുക. അമോണിയ വിസർജ്യ വസ്തുവായിട്ട് വരുന്നത് അമീബ, മത്സ്യം. യൂറിയ വിസർജ്യ വസ്തുവായിട്ട് വരുന്നത് തവള, മനുഷ്യൻ. യൂറിക് ആസിഡ് വിസർജ്യ വസ്തുവായിട്ട് വരുന്നത് പക്ഷികളും ഷഡ്പദങ്ങളുമാണ്. ഓക്കെ, ഇനി അടുത്തത് ചിത്രം നിരീക്ഷിച്ച് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പാർട്ടൊക്കെ നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. ആദ്യത്തെ ചോദ്യം നോക്കുക. എ, ബി, സി എന്നീ ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് എഴുതുക. എ എന്താണ് നമ്മൾ പഠിച്ചല്ലേ, അഫറന്റ് വെസലാണ്. ബി എന്ന് പറയുന്നത് ഇഫറന്റ് വെസലാണ്. സി എന്ന് പറയുന്നത് ഗ്ലോമറുലസ് ആണ്, നമ്മൾ പഠിച്ചതാണ്. അഫറന്റ് വെസൽ, ഇഫറന്റ് വെസൽ, ഗ്ലോമറുലസ്, ഇതാണ് 3 പാർട്ട്. ഇവ ഓരോന്നും സൂക്ഷ്മ അരിക്കലിനെ എപ്രകാരം സഹായിക്കുന്നു, നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ അല്ലേ. സൂക്ഷ്മ അരിക്കലിനെ എങ്ങനെയാണ് സഹായിക്കുന്നത്, നമ്മൾ പറഞ്ഞു രക്തം ഗ്ലോമറൂലസിലൂടെ ഒഴുകുന്ന സമയത്ത് അതിൻ്റെ സുഷിരങ്ങളിലൂടെ സൂക്ഷ്മ അരിക്കലിന് വിധേയമാകുന്നു എന്ന് പഠിച്ചു. അഫറന്റ് വെസലും ഇഫറന്റ് വെസലും തമ്മിലുള്ള വ്യായ വ്യത്യാസം ഗ്ലോമറൂലസിൽ സൃഷ്ടിക്കുന്ന ഉയർന്ന മർദ്ദമാണ് സൂക്ഷ്മ അരിക്കലിനെ സഹായിക്കുന്നു എന്നൊക്കെ പഠിച്ചു അല്ലേ. അപ്പോൾ ഇതാണ് ഗ്ലോമറൂലസും അഫറന്റ് വെസലും ഇഫറന്റ് വെസലും തമ്മിലുള്ള ബന്ധം. എന്താണ്, രക്തം ഗ്ലോമറൂലസിലൂടെ ഒഴുകുമ്പോൾ അതിൻ്റെ സുഷിരങ്ങളിലൂടെ സൂക്ഷ്മ അരിക്കലിന് വിധേയമാകുന്നു. അഫറന്റ് വെസലും ഇഫറന്റ് വെസലും തമ്മിലുള്ള വ്യത്യാസം, ഗ്ലോമറൂലസിൽ വ്യാപ്തത്തിൻ്റെ വ്യത്യാസം ഗ്ലോമറൂലസിൽ സൃഷ്ടിക്കുന്ന ഉയർന്ന മർദ്ദം സൂക്ഷ്മ അരിക്കലിന് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ഭാഗം, വിസർജന വ്യവസ്ഥ എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ